എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും ജീനിയസ് ലേണിംഗ് ഹബിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചോദ്യോത്തരങ്ങളുടെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 20ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. 21ാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ആർ ഡിഫ്തോങ്സ്? റൈറ്റ് 2 എക്സാമ്പിൾസ്. അതായത് ഡിഫ്തോങ്സ് നമുക്കറിയാം, നമ്മൾ ഫോണോളജിയിൽ എന്താണ് കോൺസൊണൻസ്, വൊവൽസ് എന്നൊക്കെ പഠിച്ചു. വൊവൽസിൽ തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഇത് ഡിഫ്തോങ്സ്. അപ്പോൾ എന്താണ് ഡിഫ്തോങ്സ്? അതിന് 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. 8 ഡിഫ്തോങ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡെഫിനിഷനായിട്ട് ഡിഫ്തോങ്സ് ആർ എ ടൈപ്പ് ഓഫ് വൊവൽ സൗണ്ട് വെയർ ടു സിംഗിൾ വൊവൽ സൗണ്ട്സ് മോണോഫ്തോങ്സ് ആർ കമ്പൈൻഡ് വിത്തിൻ എ സിംഗിൾ സിലബിൾ. അതായത് ഒരൊറ്റ അക്ഷരത്തിനകത്ത് 2 ഒറ്റ സ്വരാക്ഷര ശബ്ദങ്ങൾ അല്ലെങ്കിൽ മോണോഫ്തോങ്സ് സംയോജിപ്പിക്കുന്ന ഒരു തരം സ്വരാക്ഷര ശബ്ദത്തെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ 1ാമത്തെ സെമസ്റ്ററിലെ സ്റ്റഡി മെറ്റീരിയലിൽ ലാസ്റ്റ് ചാപ്റ്ററിലുണ്ട്, അത് നിങ്ങൾ നോക്കുക. 22ാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റഡ് ക്ലാസ് റൂം സ്ട്രാറ്റജി ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. നമ്മൾ ഫിലോസഫിയിലൊക്കെ പഠിച്ചതാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഓർമ്മ ഉണ്ടോ എന്തോ, ഫിലോസഫിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തന്ത്രം എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ എല്ലാ കുട്ടികളെയും പരിഗണിക്കുക എന്നുള്ളതാണല്ലോ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാവണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം അല്ലേ. എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ടൈം കൊടുക്കാം. എക്സ്റ്റെൻഡഡ് ടൈം ടു കംപ്ലീഷൻ ഓഫ് വർക്ക്സ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ടെസ്റ്റ്, ഇങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡഡ് ആയിട്ട് ടൈം കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ആഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യാം ഉപയോഗിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ സൗണ്ട് സെൻസിറ്റീവ് വർക്കുകൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ വിവിധ തന്ത്രങ്ങളുണ്ട്. ഏതാണ് സ്യൂട്ടബിൾ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി 23. ടീച്ചർ ടോക്ക് ഈസ് എസെൻഷ്യൽ ടു മേക്ക് ദ ക്ലാസ് റൂം ഡൈനാമിക്. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ടീച്ചർ ടോക്ക്? അതായത് ടീച്ചർ ടോക്ക് എന്നുള്ളത് ഞാൻ അല്ലാതെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ടീച്ചർ ടോക്കാണ് നമ്മുടെ ടീച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം. അതായത് ക്ലാസ് റൂമിനെ ചലനാത്മകമാക്കുന്നതാണത്. അപ്പോൾ അങ്ങനെ ചലനാത്മകമാക്കാൻ അധ്യാപക സംഭാഷണം, അതായത് ടീച്ചർ ടോക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മളതിൽ കൂടി പർപ്പസ് എന്തൊക്കെയാണ്? പ്രൊനൗൺസ് ദ വേർഡ്സ് കറക്റ്റ്ലി ആൻഡ് മേക്ക് കറക്റ്റ് സെൻറ്റൻസസ് അല്ലേ. അതുപോലെ മോട്ടിവേറ്റ് ദം ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ് വെൻ ടീച്ചേഴ്സ് ആർ കണ്ടക്ടിങ് ഇൻസ്ട്രക്ഷൻസ്, മാനേജിങ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ടു ഡെവലപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതിലൊരു ഘടകം കൂടിയാണ് ഏത്, നമ്മുടെ അധ്യാപകരുടെ ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് കയറിയിട്ട് ടീച്ചർ ചുമ്മാ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ കുട്ടികളും ഒന്നും ആവത്തില്ല, നമുക്കും സ്വയം ഇമ്പ്രൂവ് ആകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അത് കൂടുതൽ വിവരങ്ങൾ 2ാമത്തെ സെമ്മിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ റെഫർ ചെയ്യുക. ഇതെല്ലാം അതിനകത്തുണ്ട്. പിന്നെ 24 നോക്കൂ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസ്ലെക്സിയ ആൻഡ് ഡിസ്ഗ്രാഫിയ. റൈറ്റ് ഡൗൺ ദ ലാംഗ്വേജ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് വൺ. അതായത് ഡിസ്ലെക്സിയ ആൻഡ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡിസബിലിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 2 ഡിസബിലിറ്റീസ് ആണ്. എനിക്ക് തോന്നുന്നു 3rd സെമ്മിലാണെന്ന് തോന്നുന്നു. 3rd സെമ്മിലെ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് റെഫർ ചെയ്യുക. വിവിധ തരത്തിലുള്ള ഡിസബിലിറ്റീസ് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഡിഫിക്കൽട്ടി വിത്തിൻ ലാംഗ്വേജ് ഇൻ ഇറ്റ് ഈസ് വേരിയസ് യൂസ്. അതായത് നോട്ട് ആൾവേസ് റീഡിങ്, വായിക്കാനുള്ള ഒരു തരം ബുദ്ധിമുട്ട്. അത് ആ ഒരു ഡിസബിലിറ്റിയാണ് നമ്മൾ എന്തായിരുന്നു, വൈകല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അതിനൊരു സ്ട്രാറ്റജി, അത് കരകയറാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, റീഡ് സ്റ്റോറീസ് വായിക്കാൻ കൊടുക്കാം ധാരാളം. അതിൽ കൂടെ എന്താണ്, സ്റ്റിമുലേറ്റ് ദ
ടു സ്പീക്ക്, ധാരാളം വായിപ്പിക്കുക, ധാരാളം സംസാരിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ കൊടുക്കാം. അതുപോലെ സെക്കൻഡ് വൺ ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ മീൻസ് എന്താണ്? ഡിഫിക്കൾട്ട് വിത്ത് ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഇൻ ദ ടെക്നിക്കൽ, അല്ലേ? അതായത് എഴുതുന്നതിനുള്ള തടസ്സം, എഴുതുന്നതിനുള്ള വൈകല്യം, അതാണ് ഡിസ്ഗ്രാഫിയ. മറ്റേ ഡിസ്ലെക്സിയ അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ അത് എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഈ സാധാരണയായിട്ട് കൊടുക്കുന്നത് അലൗഡ് ടു പ്ലേ വിത്ത് ക്ലേ ആൻഡ് മോഡലിംഗ്. അതായത് ഈ ക്ലേയിലൊക്കെ വെച്ച് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ള വർക്കുകളൊക്കെ എന്ത് ചെയ്യാം, കൊടുത്ത് കുറേശ്ശെ ക്രമേണ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ആ വൈകല്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരാവുന്നതാണ്. ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഓരോ എക്സാമ്പിളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് എഴുതി അതിന് ഓരോ സ്ട്രാറ്റജിയും എഴുതേണ്ടതാണ്. 25 വാട്ട് ഡു യു മീൻ ബൈ ഓൺലൈൻ അസസ്മെൻറ്റ്? മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ അസസ്മെൻറ്റ്. ഓൺലൈൻ അസസ്മെൻറ്റ് എന്താണ്? ഓൺലൈൻ അസസ്മെൻറ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അതും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. തേർഡ് സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റിൽ 2ാമത്തെ യൂണിറ്റിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഓൺലൈൻ അസസ്മെൻ്റ് ആകുമ്പോൾ വളരെ എളുപ്പമാണ്. ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ്. സച്ച് ആസ് ദ വെബ്, ഡിജിറ്റൽ വീഡിയോ, സൗണ്ട് ആനിമേഷൻ ആൻഡ് ഇൻ്ററാക്ടിവിറ്റി, അങ്ങനെ തുടങ്ങിയ പല ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അസസ്മെൻ്റാണ്. ഇതെന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു വെരി ഈസി മെത്തേഡ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കുട്ടികളുടെ ആയാലും അസസ്മെൻറ്റ് പെട്ടെന്ന് എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഗ്രേറ്റ് സൊല്യൂഷൻ ഫോർ ബിസി ക്ലാസ് ഷെഡ്യൂൾസ്. പിന്നെന്താണ്? ടീച്ചർ ക്യാൻ മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഗീവ് ഗൈഡൻസ്. അത് നമുക്ക് വിലയിരുത്താനും പറ്റും, ഒപ്പം അത് അവർക്ക് ഗൈഡൻസ് ചെയ്യാനും പറ്റും. പിന്നെന്താണ്? ചീറ്റിംഗ് ആൻഡ് ഫ്രോഡ്സ് ഡ്യൂറിങ് ഓൺലൈൻ ടെസ്റ്റ് എലിമിനേറ്റ്, അല്ലേ? അതായത് നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിലാകുമ്പോഴത്തേക്ക് കോപ്പി അടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ചീറ്റും ഫ്രോഡ് തരമൊന്നും എവിടെ നടക്കില്ല? ഈ അസസ്മെൻറ്റിനകത്ത് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ നമുക്ക് ഫ്ലെക്സിബിൾ അസസ്മെൻറ്റ് മോഡലാണ്. അതായത് നമുക്ക് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, അല്ലേ? പിന്നെന്താണ്? ഇറ്റ് ഈസ് മോർ ഈസി ആൻഡ് ആക്യുറേറ്റ്. വളരെ ലളിതവും കൃത്യവുമായതായിരിക്കും ഏതിലൂടെയുള്ള വിലയിരുത്തൽ? ഈ ഓൺലൈൻ അസസ്മെൻറ്റിലൂടെയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ അസസ്മെൻ്റ് എന്ന് പറയുന്ന വിലയിരുത്തൽ. ഓക്കെ, അത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ടെക്സ്റ്റിൽ ധാരാളം കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസും അതിനെക്കുറിച്ച് നോട്ടുകളൊക്കെ തേർഡ് സെമ്മിലെ 2nd യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യണം. ഓക്കെ, 26 ഹൗ വിൽ എ റിഫ്ലക്ഷൻ നോട്ട് ഹെൽപ്പ് എ ടീച്ചർ ഫോർ ബെറ്റർ പ്ലാനിങ്? ഇത് നമുക്കറിയാവുന്നതാണ്. റിഫ്ലക്ഷൻ നോട്ട് നമ്മുടെ ഒരു ടീച്ചിങ് മാനുവൽ എഴുതിയാൽ അതിനൊരു അസസ്മെൻറ്റ് പേജ് ഉണ്ടായിരിക്കും. നമ്മൾ അസസ്മെൻറ്റ് പേജൊക്കെ എഴുതിയതിന് ശേഷം ആ ക്ലാസ്സിൻ്റെ ഏറ്റവും താഴെ ടീച്ചിങ് മാനുവലിൻ്റെ അവസാനമായിട്ട് നമ്മൾ ക്രോഡീകരിച്ച് എഴുതുന്നതാണ് റിഫ്ലക്ഷൻ നോട്ട്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ നോട്ടിൻ്റെ ഒരു ബെറ്റർ പ്ലാനിങ്ങിന് അത് എങ്ങനെ സഹായിക്കുന്നു? ഒരു ടീച്ചിങ് മാനുവൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് അതെങ്ങനെ സഹായിക്കുന്നു? എങ്ങനെയൊക്കെ സഹായിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ലേണേഴ്സ്, അതായത് കുട്ടികളെങ്ങനെ കാര്യം മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. മേക്ക് ലെസൺസ് മോർ ഇൻട്രസ്റ്റിംഗ്. അടുത്ത ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ രസത്തോടെ അല്ലെങ്കിൽ കൂടുതൽ കൗതുകത്തോടെ നമുക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ എൻഹാൻസ് പ്രോബ്ലം സോൾവിങ്, ബൂസ്റ്റ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, റിഫ്ലക്റ്റ് ഓൺ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ് ദെയർ ഓൺ ലേണിംഗ്. അതായത് കുട്ടികളുടെ മാത്രം ലേണിങ്ങിൽ മാത്രമല്ല മാറ്റം വരുത്താൻ കഴിയുന്നത്, നമുക്ക് തന്നെ സ്വയം മെച്ചപ്പെടേണ്ട ഒരു അവസരം കൂടി ഈ റിഫ്ലക്ഷൻ നോട്ടിലൂടെ ലഭ്യമാകുന്നു. ഓക്കെ, ഇനി 27 അനലൈസ് ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ക്ലാസ് റൂം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ജോഫ്രി ലിച്ച്. അതായത് നമ്മൾ 1ാമത്തെ സെമസ്റ്ററിലാണ് ജോഫ്രി ലിച്ചിനെ കുറിച്ച് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഒരു 5 എണ്ണമുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻഫോർമേഷണൽ ഫങ്ഷൻ, എക്സ്പ്രസീവ് ഫങ്ഷൻ, ഡയറക്റ്റീവ് ഫങ്ഷൻ, ആസ്തറ്റിക് ഫങ്ഷൻ ആൻഡ് ഫാറ്റിക് ഫങ്ഷൻ. ഇത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അത് റെഫർ ചെയ്യുക. 5 ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ,
അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 28 ഡെവലപ്പ് 5 ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് എ കോഴ്സ് ബുക്ക്. അതായത് ഒരു കോഴ്സ് ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകം നമുക്ക് വിലയിരുത്തുന്നതിന് ഒരു 5 സൂചകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ടൊരു പുസ്തകം വിലയിരുത്തുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? ഇപ്പോൾ സിലബസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഈസ് ദ സിലബസ് പ്രാക്ടിക്കൽ ആൻഡ് അപ്രോപ്രിയേറ്റ് ലെവൽ ഫോർ ദ ലേണർ. അതായത് ലേണറിൻ്റെ പ്രായോഗികതയ്ക്ക് അനുസരിച്ചുള്ള സിലബസ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട് ഒരു പുസ്തകം വിലയിരുത്തുമ്പോൾ, അല്ലേ? ഇനി ആ പുസ്തകം വാങ്ങിക്കണമെങ്കിലോ? ഈസ് ദ പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണോ, എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രൈസ് ആണോ, അങ്ങനെയും വിലയിരുത്താം. പിന്നെ ടോപ്പിക്സ് ആൻഡ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കും അതിൻ്റെ ഉള്ളടക്കവും നോക്കിയാലോ? ടോപ്പിക്സ് ആൻഡ് കണ്ടൻസ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ലേണേഴ്സ്. അത് ലേണേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്സ് ആണോ, അല്ലെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉള്ളടക്കമാണോ? മെത്തഡോളജി സജസ്റ്റഡ് സ്യൂട്ടബിൾ ഫോർ ദ ലേണേഴ്സ്, അല്ലേ? അതിൻ്റെ മെത്തഡോളജീസൊക്കെ എങ്ങനെയാണ്, അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണോ? സ്യൂട്ടബിലിറ്റി ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ്, അതിനകത്തുള്ള ലാംഗ്വേജും അതിലെ സ്കിൽസുമൊക്കെ ലേണേഴ്സിന് പ്രിഫേർഡ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മളൊരു പുസ്തകം വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇതൊരു 5 സൂചകങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ ധാരാളം കണ്ടെത്തി എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വെൻ വി യൂസ് ഒബ്സർവേഷൻ ആസ് ടൂൾ ഫോർ അസസ്മെൻറ്റ്. അതായത് നമ്മൾ വിലയിരുത്തലിനായിട്ട് നിരീക്ഷണം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ മുൻകൂട്ടി നമുക്കെന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ്, എന്താണ് നിരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകും. എന്താണ് വിലയിരുത്താൻ പോകുന്നത് നിരീക്ഷണത്തിലൂടെ ചെയ്യുമ്പോൾ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കൽ, പ്രിപ്പറേഷൻ ഓഫ് ചെക്ക് ലിസ്റ്റ്. പിന്നെന്താണ്? ഐഡിയാസ്. ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് നിരീക്ഷണത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഐഡിയാസ്, അതുപോലെ കൺസ്ട്രക്റ്റഡ് ക്രൈറ്റീരിയ, അതായത് അനുയോജ്യമായ മാനദണ്ഡങ്ങൾ മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ വർക്ക് സാമ്പിൾസ്, പ്രീവിയസ് വർക്ക് സാമ്പിൾസ് നമ്മൾ നോക്കുക. അതായത് മുമ്പേ ചെയ്തവരുടെയൊക്കെ ബാക്ക് ഫ്രം പീഴ്സ്, അതായത് മുമ്പൊക്കെ ചെയ്തൊക്കെ ഒന്ന് പരിശോധിക്കുക. ടൈമിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കുക. പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. സെൽഫ് അവെയർനെസ്, നമുക്ക് തന്നെ സ്വയം അവബോധം വേണം. എന്താണ് നിരീക്ഷിക്കാൻ പോകുന്നത്, ആരെയാണ് വിലയിരുത്താൻ പോകുന്നത്, എന്താണ് വിലയിരുത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മുൻകൂട്ടി ഒരു സ്വയം അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പോയിൻറ്റ്സൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി 30ാമത്തെ നോക്കൂ. റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡ് സ്വിച്ചിങ് ആൻഡ് കോഡ് മിക്സിംഗ്. വൈ കോഡ് സ്വിച്ചിങ് ഈസ് കൺസിഡേർഡ് ആസ് സ്ട്രാറ്റജി ഫോർ അക്വയറിംഗ് ലാംഗ്വേജ് ഫോർ ദ ബിഗിനേഴ്സ്. എന്താണ് കോഡ് മിക്സിങ്ങും കോഡ് സ്വിച്ചിങ്ങും? ഇതിൽ തുടക്കക്കാർക്ക് ഭാഷ നേടുന്നതിനുള്ള ഒരു തന്ത്രമായിട്ട് കോഡ് സ്വിച്ചിങ് കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഭാഷ നേടുന്നതിന് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് കോഡ് സ്വിച്ചിങ് ആണ് നല്ലത്. എന്തുകൊണ്ട്? ആദ്യം ഇത് രണ്ടും എന്താണെന്ന് നോക്കുക. കോഡ് മിക്സിംഗ് എന്ന് പറയുന്നത്, കോഡ് മിക്സിംഗ് റെഫേഴ്സ് ടു ദ എംബഡിങ് ഓഫ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് സച്ച് ആസ് ഫ്രേസസ് ആൻഡ് വേർഡ്സ് ലാംഗ്വേജസ് ഇൻറ്റു അറ്റൻസ് ഓഫ് അനദർ ലാംഗ്വേജ്. അതായത് കോഡ് മിക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടങ്ങൾ എന്നിവ പോലുള്ള ഭാഷാപരമായ യൂണിറ്റുകൾ മറ്റൊരു ഭാഷയുടെ ഉച്ചാരണത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഉൾച്ചേർക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അതാണ് കോഡ് മിക്സിംഗ്. നമ്മൾ കുറേ പദങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ഭാഷയിലേക്ക് സംസാരിക്കുന്നു. നമുക്കറിയാവുന്ന കുറേ പദങ്ങളും പദക്കൂട്ടങ്ങളും വെച്ച് എന്ത് ചെയ്യുന്നു? മറ്റൊരു ഭാഷയിലേക്ക് സംസാരിക്കുന്നു. അതാണ് കോഡ് മിക്സിംഗ്. ഇനി കോഡ് സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ, കോഡ് സ്വിച്ചിങ് ഓർ ലാംഗ്വേജ് അറ്റർനേഷൻ എന്ന് പറയുന്നത് ഒക്കേഴ്സ് വെൻ എ സ്പീക്കർ അറ്റൻഡ് ബിറ്റ്വീൻ ടു ഓർ മോർ ലാംഗ്വേജസ് ഓർ ലാംഗ്വേജ് വെറൈറ്റീസ് ഇൻ ദ കണ്ടന്റ് ഓഫ് എ സിംഗിൾ കോൺവെർസേഷൻ.
അതായത് അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരൊറ്റ സംഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, 2ഓ അതിലധികമോ ഭാഷകൾ അല്ലെങ്കിൽ ഭാഷാ ഇനങ്ങൾ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കോഡ് സ്വിച്ചിങ് ആണ് നമ്മളൊക്കെയും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. മറ്റൊരൊറ്റ ലാംഗ്വേജ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ മറ്റ് ഭാഷകളും കൂടി കയറി വരും. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്വാഭാവികമായിട്ട് അവിടെ ഇവിടെയൊക്കെ മറ്റ് ഭാഷകൾ, അല്ലെങ്കിൽ മലയാളം സംസാരിച്ചാലും നമ്മൾ പൂർണ്ണമായിട്ട് മലയാളം സംസാരിക്കാൻ പറ്റും, അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പദങ്ങളും എന്തെങ്കിലും കയറി വരും അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കോഡ് സ്വിച്ചിങ്. എന്താണ് ഹെൽപ്പ്ഫുൾ ഫോർ ബിഗിനേഴ്സ് ടു ലേൺ ലാംഗ്വേജ്. അതെന്ത് ചെയ്യുന്നു, ബിഗിനേഴ്സിന്, തുടക്കക്കാർക്കത് പഠിക്കാൻ കൂടുതൽ എളുപ്പമാകും. എൻഹാൻസ് ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്, കൂടുതൽ ഇംഗ്ലീഷ് ആ ലാംഗ്വേജിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇമ്പ്രൂവ് ദ വേ ലേണർ എനിവേ എന്താണ് ക്വസ്റ്റ്യൻസ് അല്ലേ. അതായത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൽ മറുപടി പറയാനുള്ള ഒരു ആത്മവിശ്വാസം ആർക്കും ഉണ്ടാകും, കുട്ടിക്കും ഉണ്ടാകും, കോഡ് സ്വിച്ചിങ്ങിലൂടെ ആണെങ്കിൽ. ഇംഗ്ലീഷിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു ഇംഗ്ലീഷിൽ മാത്രം കുട്ടിയെ കൊണ്ട് ഉത്തരം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ അവനിക്ക് കോഡ് സ്വിച്ചിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും, അവനെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഒപ്പിച്ചെടുക്കും അല്ലേ. അതിൽ കൂടെ അവൻ എന്ത് ചെയ്യും, ആ ലാംഗ്വേജിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നേടും. ഓക്കെ, ഇനി അങ്ങനെയുള്ള പോയിൻറ്റ്സ്, അതാണ് ഈ കോഡ് സ്വിച്ചിങ്ങും കോഡ് മിക്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. പിന്നെ ലാസ്റ്റ് 31 and 32 ആണ് നമ്മുടെ 10 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 × 10 10. അതിൽ 2 ചോദ്യങ്ങൾ കാണും, 2 എസ്സേയിൽ ഒരെണ്ണം എഴുതുക. ഓക്കെ, അതിൽ കൂടുതലും ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ടീച്ചിങ് മാനുവൽ നല്ലതുപോലെ എഴുതാൻ പഠിച്ചു വയ്ക്കുക. ടീച്ചിങ് മാനുവൽ നല്ല പക്കായിട്ട് എഴുതിയാൽ 10 മാർക്ക് കിട്ടും. ഒരു വിധമൊക്കെ എഴുതിയാൽ 9 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അത് നല്ലത് വരാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. പിന്നെ ടീച്ചിങ് മാനുവൽ ഏതാണ് വരുന്നതെന്നുള്ളൊരു വിഷയം മാത്രമാണ് എല്ലാവരെയും സംബന്ധിച്ച് കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോൾ ചിലർക്ക് ചോദിക്കുക, ഏതെങ്കിലും ഇപ്പോൾ ഒരു 4ാം ക്ലാസ്സിലെ ഒരു 5ാമത്തെ യൂണിറ്റ് തന്നിട്ട് 5ാമത്തെ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമുക്ക് 4ാം ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റിൻ്റെ പേരറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ തയ്യാറാക്കാൻ പറ്റുമോ? ഇനി അഥവാ യൂണിറ്റിൻ്റെ പേരറിയാമെങ്കിൽ ആ യൂണിറ്റിൽ എന്താണ് കണ്ടൻ്റ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതല്ല ആ കഥാപാത്രങ്ങൾ ആരാണ്, എന്താണ് അതിലെ സന്ദർഭങ്ങളെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയും ഒരു ബുദ്ധിമുട്ട് പലരും ഇതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടീച്ചിങ് മാനുവൽ ഒരു പരിധി വരെ അറിയാവുന്നതാണെങ്കിൽ അത് തന്നെ എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു എസ്സേ കാണും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 31 which are the tools and techniques used for assessing children learning. Mention the advantage of tools and precautions to be taken while implementing the tools. Give your suggestions for making tools more effectively. അതായത് കുട്ടികളുടെ പഠനം വിലയിരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാങ്കേതികതകളും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കെന്താണ്, അതായത് വേറൊന്നുമില്ല, ഡിബേറ്റ്, ഗ്രൂപ്പ് വർക്ക്, ICT എനേബിൾഡ് ടൂൾസ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, കൺസെപ്റ്റ് മാപ്പ്, പിന്നെന്താണ് ആനക്ഡോട്ടൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ടിങ്, ടെസ്റ്റിങ്, ഒബ്സർവേഷൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇത് പുസ്തകത്തിൽ 3rd സെമ്മിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരെണ്ണത്തിൽ കണ്ടു, എവിടെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിരിക്കാം. അതൊന്ന് കയറി നോക്കുക. അത് നമ്മുടെ academia.edu വെബ്സൈറ്റിൽ വിശദമായിട്ടൊരു PDF ഫയലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം, റെഫർ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതെല്ലാം നമുക്ക് ഇതൊക്കെ പുസ്തകത്തിൽ നോക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, റെക്കോർഡ്സ്, പിന്നെ ഒബ്സർവേഷൻ, സെൽഫ് റിപ്പോർട്ടിംഗ്, ICT എനേബിൾഡ്, ഗ്രൂപ്പ് വർക്ക്, ഇതിങ്ങനെ പല സ്ഥലത്തായിട്ട് കിടക്കുകയാണ്. നമ്മളതെല്ലാം കൂടെ എന്ത് ചെയ്യണം, റെഫർ ചെയ്ത് ഒരു എസ്സേ ആക്കി എടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാലും കൂടുതലും നിങ്ങളുടെ അടുത്ത് ചൂസ് ചെയ്യാൻ പറയുന്നത് ടീച്ചിങ് മാനുവലായിരിക്കും. പരമാവധി ടീച്ചിങ് മാനുവൽ തന്നെ എഴുതാൻ നിൽക്കുക. നമുക്കതാകുമ്പോൾ നമുക്ക് എഴുതി ശീലിച്ചാണ്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്തിനാ 10 മാർക്ക് വെറുതെ കളയുന്നത്? ഓക്കെ, അതാണ് ഈ 32 ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ടീച്ചിങ് മാനുവൽ ഫോർ സ്റ്റാൻഡേർഡ് 4 വിത്ത് എഫക്റ്റീവ് ടീച്ചർ ടോൾക്ക്. ഉണ്ട്, അവിടെയും വന്നിട്ടുണ്ട് ടീച്ചർ ടോൾക്ക്. ലീഡിങ് ചിൽഡ്രൻ ടു റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ അത് തന്നിട്ടുണ്ട്. എന്താണ്, ഫലപ്രദമായ ടീച്ചർ ടോക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് 4ാം ക്ലാസ്സിന് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട്?
ലീഡിങ് ചിൽഡ്രൻ ടു റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ, കുട്ടികളെ ഒരു വിവരണം എഴുതാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് മാനുവലാണ്. അപ്പോൾ എന്തോ ഒരു വിവരണം നിങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ വിവരണം നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പോവുകയാണ്, ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് തയ്യാറാക്കിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് മാനുവലാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നോക്കണം, നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അതെല്ലാം നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഒരു ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ ഇന്ന ചാപ്റ്ററിലെ ഇന്ന പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂണിറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതേസമയം 3ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടീച്ചിങ് മാനുവൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ കൈകാര്യം ചെയ്ത ഒരു ടീച്ചിങ് മാനുവൽ എഴുതുക എന്നാണെങ്കിൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. അത് നമ്മളെ ഭാഗ്യവും വിധിയും കണക്കിരിക്കും. എന്തായാലും അത് എഴുതാൻ ശ്രമിക്കുക, മാർക്കുകൾ സ്കോർ ചെയ്യുക. പിന്നെ കൂടുതലൊന്നും ഇംഗ്ലീഷിലെന്ന് പറയുമ്പോൾ ആകെ 10-300 പേപ്പറുള്ള ഒരു എന്താണ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്. 3 സെമ്മിലും കൂടെ ഒരു 10-300 പേപ്പറേ ഉള്ളൂ. ബാക്കി നമുക്ക് കഴിഞ്ഞ വർഷം വരെ എന്താണ് ഈ DLED ആയതിനു ശേഷമാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ വരുന്നത്. അതിന് മുമ്പിട്ടും നമ്മൾ കണ്ടമാനം എല്ലാ ബുക്സും റെഫർ ചെയ്ത് ഏതിൽ നിന്നാണ് എവിടെ നിന്നാണ് വരണമെന്നൊന്നും പറയത്തില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ വർഷം തൊട്ട് അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം വരെയും ടെക്സ്റ്റ് ബുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഈ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പരമാവധി മുക്കും മൂലയും അരിച്ച് പറക്കി വായിച്ച് വയ്ക്കുക, പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കുക. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചും ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പിന്നെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ കാണും. പിന്നെ പുസ്തകത്തിൽ നിന്ന് അതായത് ഈ സ്റ്റഡി മെറ്റീരിയൽ ധാരാളം വായിക്കുക. വെറുതെ ഇരിക്കുന്ന ടൈമുകളിലൊക്കെ അതിലെ നോട്ടുകളൊക്കെ ഒന്ന് പെൻസിൽ കൊണ്ട് അടിവരയിട്ട് നമ്മൾ പഠിച്ചെടുക്കുക. പിന്നെ നല്ലതുപോലെ പോയി പരീക്ഷ എഴുതുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ഇംഗ്ലീഷ് ആണെന്നും പറഞ്ഞ് കുറച്ച് പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഒരൊറ്റ വഴിയാണ്. നമുക്ക് ഇത്തവണ തന്നിട്ടുള്ള ഭാഗ്യമെന്ന് പറയുന്നത്, അതായത് ഈ DLED തുടങ്ങിയപ്പോൾ ഉള്ളത് നമുക്ക് പ്രത്യേകം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അത് നോക്കി നല്ലതുപോലെ പഠിച്ചാൽ നമുക്ക് ജയിക്കാം, സുഖമായിട്ട് ജയിക്കാം. പിന്നെ അത്യാവശ്യം നമ്മുടെ തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം. സ്വയം എഴുതാനുള്ള കുറച്ച് കാണും, ചിന്തിച്ചൊക്കെ ആക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലാക്കി എഴുതണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.